ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ്. അതായത് നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ ഫോണിൻ്റെ ഒക്കെ എഫക്റ്റ് ഒക്കെ വെച്ചായിരിക്കും, അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ്റെ ഒക്കെ സൈഡ് എഫക്ട്സും ഗ്ലൂട്ടാത്തയോണിൻ്റെ ഒക്കെ യൂസസ് കൊണ്ടൊക്കെ കുറേയേറെ നമ്മുടെ സുന്ദരിമണികൾ ഉണ്ട് നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത്. കാരണം ആ ക്രീം തേച്ചാൽ വെളുക്കും, ഈ ക്രീം തേച്ചാൽ വെളുക്കും, അങ്ങ് വെളുത്ത് പാറുവാണ്. വെളുത്ത് പാറുക എന്ന് വെച്ചാൽ സാധാരണ വെളുപ്പല്ല, നമ്മുടെ എന്നാ പേപ്പർ പോലെ, അതായത് നമ്മുടെ A4 സൈസ് ഷീറ്റിൻ്റെ പേപ്പർ പോലെ നല്ല പളപളപളാന്ന് വെളുക്കാണ്. ഇത് കണ്ട ഉടനെ എല്ലാവരും അങ്ങ് വാങ്ങി മുഖം നിറച്ചു അങ്ങോട്ട് വാരി പൊത്തുവാണ്. അപ്പം അതാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ കൂടുതൽ. അപ്പം നമുക്ക് അതിനെപ്പറ്റി ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം യൂട്യൂബേഴ്സ് മീൻസ് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയും. ഈ ഇൻഫ്ലുവൻസേഴ്സ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം നമ്മൾ നോക്കിയാൽ അറിയാം. ഏറ്റവും കൂടുതലായിട്ട് ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ്. അതായത് ഇച്ചിരി നല്ല ഹെയർ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ കാണാൻ ഇച്ചിരി നല്ല സൗന്ദര്യമുള്ള ഒരാളാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ അവരുടെ ഹെയർ, അവരുടെ ഫേസ്, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടാവാം, നിനക്ക് എന്ത് അനുഭവം ഉണ്ടായത്? ഞാൻ പറയാം, ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ചൊക്കെ സാധനങ്ങളാണെങ്കിലും ഞാനും വാങ്ങിച്ച് പേഴ്സണലി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നൊന്നും എനിക്ക് വലിയ റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ലാത്ത കാര്യങ്ങളാണ്. കാരണം എൻ്റെ മുഖം നിറച്ച് പിമ്പിൾസും അതിൻ്റെ മാർക്സും അങ്ങനെയൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇതിൻ്റെയൊക്കെ ഇത് ഭയങ്കര ഇതാവും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു പെൺകുട്ടിയോട് അവളുടെ മുഖം നിറച്ച് കുരുവാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവർ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇനി ഒരു സാധനം വാങ്ങിച്ച് യൂസ് ചെയ്താൽ അത് കുറയും എന്ന് അറിഞ്ഞാൽ അവർ 100% ഷുവറാണ് അവർ ആ ഒരു പ്രൊഡക്റ്റ് അത് കാണുമ്പോഴേ അവർ വാങ്ങിക്കും. ഇത് ഇവരിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ, അതായത് ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ TV-യിലെ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റ്സ് കാണുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, അതിൻ്റെ അകത്ത് ഉണ്ട് ഒരു പിയേഴ്സോ, ഒരു ഫെയർ ആൻഡ് ലവ്ലി, ഇപ്പം ഇങ്ങനെ കുറച്ചേറെ സാധനങ്ങൾ. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളുടെ TV ചാനൽസിൽ ഇങ്ങനെയുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ ഒക്കെ എന്താ പറയുക അഡ്വർടൈസ്മെൻറ്റ് വളരെ കുറവാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ്. കാരണം ഇവരിത് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് യൂട്യൂബ് ചാനൽസിൽ ഇപ്പം ഞാൻ പറയാം, നമ്മുടെ ഈ ലോക്ക്ഡൗൺ കാലഘട്ടം തുടങ്ങിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ ആളുകൾ ഈ യൂട്യൂബിൽ ഒത്തിരി യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ നമ്മൾ ഒരു ബ്യൂട്ടി പ്രൊഡക്ട്സിനെ ഒക്കെ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒത്തിരിയേറെ എല്ലാവരും സെർച്ച് ചെയ്യാറുണ്ട്. ഈവൻ ഞാൻ പറയാം, ഞാൻ എൻ്റെ കല്യാണമൊക്കെ കഴിയാൻ മുമ്പുള്ള സമയത്തൊക്കെ എൻ്റെ ഫേസ് നിറച്ച് പിമ്പിൾസും അതിൻ്റെ മാർക്സും ഒക്കെയാണ്. അപ്പം ഞാൻ എവിടെയെങ്കിലും ചെല്ലുമ്പം എല്ലാവരും എന്നോട് ചോദിക്കും, ഇതെന്താടി ഇതിൻ്റെ മുഖം നിറച്ച് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കേൾക്കുന്നത് ഭയങ്കര വിഷമമാണ്. സോ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോഴേ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോൺ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇതുപോലത്തെ റെമഡീസ് ഉണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. ഞാനുള്ള കാര്യം പറയാം, ഈ നില ലൈഫ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പുള്ളിക്കാരി ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ ചാനലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി പയറുപൊടി വെച്ചിട്ട് അതുപോലെ ഈ കുറുമ്പുല്ലും ഉരുളക്കിഴങ്ങും കൂടെ അരച്ചിട്ട് മുഖത്തിട്ടാൽ മുഖത്തെ കുഴിയൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് വലിയ ഇത് അനുസരിച്ചു. അപ്പം എന്താ പറയുക, നമ്മുടെ ഒരു കല്യാണപ്രായമൊക്കെയാണ്. അപ്പം സോ ആ ഒരു ടൈമിൽ നമ്മുടെ മുഖമൊക്കെ ഒന്നിച്ചിരി മിനുങ്ങിയിരിക്കണം കാര്യങ്ങളൊക്കെ. അപ്പം ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവർ ഈ പറയുന്ന റെമഡീസൊക്കെ ഇവർ ഈ ആഴ്ച ഇത് പറയുന്നു, അടുത്ത ആഴ്ച അത് പറയുന്നു. ആ സമയത്ത് ഞാൻ പോലും ചിന്തിച്ചിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയേറെ സാധനങ്ങൾ ഇവർ ഈ ഡെയിലി യൂസ് ചെയ്യുമെന്ന് പോലും ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയും എൻ്റെ ഫേസ് ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. അപ്പം അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പം വേറൊന്നിനെ പറ്റിയും ഞാൻ കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല. അപ്പം അതിന് എൻ്റെ കയ്യിൽ ഇവർ ഈ കാണിക്കുന്ന റെമഡീസ് എല്ലാം യൂസ് ചെയ്യാണ്. ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിൽ എസ്പെഷ്യലി ഗേൾസിനാണെങ്കിലും എല്ലാവർക്കും തന്നെ ജോലിക്ക് പോകണ്ടാത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം പുറത്തേക്ക് നമുക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം അത്രയേറെ നമ്മൾ ലോക്ക്ഡൗണും കാര്യങ്ങളുമായിട്ട് വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു ടൈമിലെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിൽ ഇരിക്കുന്നത് വെച്ച് പരീക്ഷിക്കാൻ ഇഷ്ടംപടി സമയമാണ്, ഫ്രീ ആണ്. കാരണം ഞാൻ ആ സമയത്ത് റിസൈൻ ചെയ്ത് ജസ്റ്റ് വന്ന് IELTS ഒക്കെ എഴുതുന്ന ഒരു ടൈമായിരുന്നു.
സോ ആ ടൈം ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമിൽ ഞാൻ നോക്കിയപ്പം എൻ്റെ മുമ്പിലും ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എനിക്ക് വേറെ തൽക്കാലം ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല, വീട്ടിലിരിക്കുകയാണ്. ആ ഒരു സമയത്തെന്ന് വെച്ച് കഴിയുമ്പം എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ ഇതുപോലുള്ള ഒത്തിരി പ്രൊഡക്ട്സ് കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കാണുന്ന കുഞ്ഞു കുഞ്ഞു പ്രൊഡക്ട്സ്. പക്ഷെ അന്നൊക്കെ ഇവർ ഈ ഫാമിലി വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊന്നും ഇതുപോലെ പ്രൊഡക്ട്സിന് എന്താ പറയുക, ഇവരിതിൻ്റെ ഒന്നും ഇതുപോലെ പ്രൊമോഷൻ വീഡിയോസ് ആരും ചെയ്യുന്നില്ല. വളരെ കുറച്ചൊക്കെ വല്ലവരും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലേ ഉള്ളൂ, ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് കൂട്ടില്ല. അപ്പം ആ ഒരു ടൈം ആയതുകൊണ്ട് നമ്മളിതൊക്കെ ട്രൈ ചെയ്യും. എന്നിട്ടും വലിയ ഇതൊന്നും കണ്ടില്ല. പിന്നീട് ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ പോയി ഡയറക്റ്റ് കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് എടുത്ത് അത് നോക്കണം. അതായത് നമ്മുടെ മുഖത്ത് ഈ പിമ്പിൾസ് വന്നു കഴിഞ്ഞ് മാർക്സ് ഇതൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺസിന്റെ ഒരു വേരിയേഷൻ കൊണ്ടാണ് ഈ കാര്യങ്ങൾ വരുന്നത്. അപ്പം ഞാൻ പോയി ഡയറക്റ്റ് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അതിനുള്ള മെഡിസിൻ എടുത്ത് ചെയ്യുവാണ് ചെയ്തത്. ബാക്ക് ഞാൻ ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് ആപ്പിനെ പറ്റി ഇതുപോലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ചെയ്ത സമയത്താണെങ്കിലും അതിൻ്റെ അടിയിൽ ഒത്തിരിയേറെ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇതിനെ നമ്മുടെ ഒട്ടുമുക്കാലും ബ്യൂട്ടി വ്ളോഗേഴ്സും എല്ലാവരും തന്നെ ഈ കാര്യം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം ബ്യൂട്ടി വ്ളോഗേഴ്സ് ആയിട്ടൊന്നും അല്ല ഇവരെല്ലാവരും വന്നിരിക്കുന്നത്. ഒരു 80% ആൾക്കാർ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വ്ളോഗേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫാമിലി വ്ളോഗേഴ്സ് ആയിട്ട് വന്ന് ഇവർക്ക് ഇതുപോലെ പ്രൊമോഷൻ വീഡിയോസ് കിട്ടി. ഇവർ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള പ്രൊമോഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവരൊക്കെ കൂടുതലായിട്ടും ഈ പ്രൊമോഷൻ. ഇപ്പം ഒട്ടുമുക്കാലും ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഇത് തന്നെ, അതായത് ചാനൽസ് എല്ലാം തന്നെ എടുത്തു നോക്കിയാൽ കംപ്ലീറ്റ്ലി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇതിനകത്ത് ഫുൾ ഇതുപോലെ പ്രൊമോഷൻ വീഡിയോസ് അല്ലെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഇതിൻ്റെ മാത്രം കാര്യങ്ങൾ ഇവർക്ക് പറയാനുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു കാര്യത്തെ പറ്റിയൊന്നും ഇവരങ്ങനെ പറയാറില്ല. ഇപ്പം ഞാനിപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പം പലരും എന്നോട് ഇത് എന്തിൻ്റെ ആവശ്യമാണ്, ഇവർ നല്ലവരാണെന്നാണ്. ശരിയായിരിക്കും, ഇവർ നല്ലവരാണോ അല്ലയോ എന്ന് ഞാൻ പറയണില്ല. പക്ഷേ ഇതിൻ്റെ അകത്തെ മെയിൻ കാര്യം ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ പ്രൊഡക്ട്സ് കാണുമ്പം ഇതിലേക്ക് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു ടീനേജ് അല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ വന്ന് നമ്മുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേരാണ് പെട്ടെന്ന് അങ്ങോട്ട് ഇതിൻ്റെ അകത്തേക്ക് ഭയങ്കരമായിട്ടും ആകർഷിക്കപ്പെടുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓൾറെഡി ഇവർ ഈ കോളേജ് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ നിറത്തിൻ്റെ പേരിലുള്ള കളിയാക്കുകളും കാര്യങ്ങളും ഇപ്പോൾ ഇച്ചിരി ഫെയർ ആയിട്ടുള്ള ഒരാൾ അടുത്തിരിക്കുവാണെങ്കിൽ അവരെ കൂടുതൽ ശ്രദ്ധിക്കുന്നു. നമ്മൾ കറുത്തതായതുകൊണ്ട് നമ്മൾ അത്രയും അവരാരും നോട്ടീസ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നടക്കുമ്പം ഇവർക്ക് അതിലേക്കൊരു നെഗറ്റീവ് മൈൻഡ് ഉണ്ട്. ഒരു എന്താ പറയുക, എന്നെ കാണാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഒരു ഇതില്ല എന്നൊക്കെ ഉള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ട് ഇവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. അപ്പം ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇവർ വീട്ടിൽ വന്ന് കഴിയുമ്പം ഇങ്ങനെ ഫോൺ എടുത്തു നോക്കുന്ന സമയത്ത് ഈ കുട്ടികൾ ഇത് കാണുമ്പം ഇവർക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും ഇതുപോലെ, ഇവരിപ്പം ഈ ആഴ്ച ഇന്ന പ്രൊഡക്റ്റിനെ പറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ച 7 ദിവസം കൊണ്ട് യൂസ് ചെയ്തു ഇതിന് റിസൾട്ട് കിട്ടിയെന്ന്. അപ്പോൾ ഇവരിത് വാങ്ങിച്ച് യൂസ് ചെയ്തു. അതിന് പിറ്റേ ആഴ്ച ഇതേ വ്ളോഗർ വേണമെങ്കിൽ നെക്സ്റ്റ് വേറൊരു പ്രൊഡക്റ്റിനെ പറ്റി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുറേ ആയിട്ട് കേൾക്കുന്നതാണ് പർപ്പിള്, ഡോട്ട് ആൻഡ് കീ, അങ്ങനെ അതുപോലെ ഈ മേക്കപ്പ് കിറ്റ്സ് സാധനങ്ങൾ അങ്ങനെയുള്ള സാധനത്തെ പറ്റിയൊക്കെ അങ്ങനെ കൂടുതലായിട്ട് വരുന്ന സാഹചര്യത്തിൽ ഇതുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളിലേക്കുള്ള കുട്ടികളുടെ വരവ് ചെലവ്, അതായത് ഇവരുടെ ചെലവ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. കാരണം ഇവർ ഈ കാണുന്നതെല്ലാം വാങ്ങിക്കാൻ പാരൻസിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കുകയാണ്. അപ്പോൾ ഇവർക്കത് വേണം. നമ്മൾ ഇതിൻ്റെ അകത്ത് എത്രമാത്രം ഈ ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു സർവേ എടുക്കുക. ശരിക്കും പോയി ഒരു സർവേ എടുത്തേച്ചാൽ മതി. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള പെൺകുട്ടികൾ ഒരു മാസത്തിൽ എത്ര രൂപയ്ക്ക് ഇതുപോലുള്ള പ്രൊഡക്ട്സ് ഷോപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ ഓരോ ഇതുപോലുള്ള ആളുകൾ ചെന്നിട്ട് ഒരു സർവേ ഈ സ്കൂൾ കുട്ടികളെ പറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഞാൻ പറയാം, ഞങ്ങളുടെ ഒരു ഫാമിലിയിൽ റിലേറ്റീവ് ഗാംഗിൽ തന്നെ ഞാൻ കുറേയേറെ ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സ്കൂൾ ലെവൽ കോളേജിലോ ഇല്ല, ഇവരൊക്കെ വരുമ്പം അതിൽ പറയുമ്പോൾ ഈ അടുത്ത് എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പം ഞാൻ ആദ്യം ഒരു മേക്കപ്പ് കിറ്റ് ഓർഡർ ചെയ്തു. വെച്ചാൽ
ബ്രദറിന്റെ കല്യാണമല്ലേ, അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഒന്ന് ഒരുങ്ങാം. അപ്പോൾ ഒരു കിറ്റിൽ ഇന്ന സാധനങ്ങളൊക്കെ കാണുമല്ലോ, അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം. അപ്പം എല്ലാം ഇൻക്ലൂഡ് ആകും എല്ലാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഓർഡർ ചെയ്തു. പക്ഷെ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പം അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു 1-2 സാധനങ്ങളുണ്ട്. അന്ന് നമ്മുടെ കാജലുണ്ട്, ഐലൈനർ ഉണ്ട്, ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അങ്ങനെ എന്തോ 2-3 സാധനം. കാരണം നമ്മളൊക്കെ ഒരുങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും കല്യാണമോ അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയിൽ മാത്രമാണ് നമ്മളൊക്കെ കൂടുതലായിട്ട് ഒരുങ്ങുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ വാങ്ങിച്ചാൽ എന്നാൽ ഇത്രയൊക്കെ സെറ്റ് ആകാം എന്നൊക്കെ ഉള്ള രീതിയിൽ വീട്ടിൽ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ റെഡി ആവാൻ വേണ്ടിയിട്ടെല്ലാം സെറ്റായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ, അവൾ ഇതുപോലെ ഉണ്ട് അവിടെ. അപ്പം ഞങ്ങളെല്ലാവരും ഒരുങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആശാത്തി ഇങ്ങോട്ട് വന്ന് മേക്കപ്പ് കിറ്റ് അങ്ങോട്ട് തുറന്നു. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ കർത്താവ് ഞാനിതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. കാരണം അവളുടെ കയ്യിലിരിക്കുന്നത് ഒരു കിൻഡലാണ്. അപ്പം അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ ഇപ്പം ഞാൻ ഇന്ന പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നീ എൻ്റെ കയ്യിൽ മറ്റേ കമ്പനിയുടെ പ്രൊഡക്ട്സും ഉണ്ട്, അപ്പം അത് നീ എടുത്തു. ഇത് ഫുള്ള് വിളി വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ ഓരോരുത്തരുടെ ഓരോരോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണ് നോർമലായിട്ട് വിളി ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇയാൾ പറഞ്ഞു ഇത് നല്ലൊരു സാധനമാണ് എന്ന് പറഞ്ഞു. അത് കണ്ടു, ആ ഷർട്ടിൽ പോയി അത് വാങ്ങിച്ചു. അത് കുറേ കാലം കുറച്ച് യൂസ് ചെയ്തുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അടുത്തൊരു സാധനത്തെ പറ്റി റിവ്യൂ കണ്ടു കഴിയുമ്പം അവൾ അതും പോയി വാങ്ങിക്കും. അതാണ് അതിൻ്റെ അകത്തെ ഒരു എന്താ പറയുക സംഭവങ്ങൾ. അപ്പം നമ്മൾ ഈ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന പിള്ളേരുടെ പേരൻസിനോട് വെച്ചറിയാം, ചില പേരൻസ് ഡയറക്റ്റ് വന്ന് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുവാണെങ്കിൽ അവർ ഡയറക്റ്റ് വന്ന് പറയും ഈ പിള്ളേരുടെ ഓരോ റെഗുലർ ആയിട്ടുള്ള ഇവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര പാടാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്ത് നമുക്ക് ആകെപ്പാടുള്ള അന്നൊരു ഫെയർ ആൻഡ് ലവ്ലിയാണ്, പിന്നെ എനിക്ക് തോന്നുന്നു പോൺസിൻ്റെ ഒരു ക്രീമാണ്, പോൺസ് വൈറ്റ് ബ്യൂട്ടി. ഇത് രണ്ടും എങ്ങാണ്ടാവും ഉള്ളത്. അപ്പം ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ അന്ന് ഇതിന് എത്ര 120 രൂപ അത്ര എങ്ങാണ്ട് വില. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ ഇതൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവളന്മാർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് ദൂരത്തോട്ട് ഒരു അരമണിക്കൂറോളം നടക്കാനുള്ള ദൂരമുള്ളവർ കാണും. അപ്പം ഇവർക്ക് ആകപ്പാടെ കിട്ടുന്ന പോക്കറ്റ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്കൂലി മാത്രമാണ്. അപ്പോൾ ആ വണ്ടിക്കൂലി കൊടുക്കുമ്പം എല്ലാ മാസവും ഒരു 50 റുപ്പീസൊക്കെ ചിലപ്പോൾ എക്സ്ട്രാ ഒക്കെ കൊടുക്കും. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന് കഴിയുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ഇവളുമാർ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇവളുമാർ ST കൊടുക്കുന്ന പൈസയും കൊണ്ട് ഇവളുമാർ ഇവിടുന്ന് വീടിൻ്റെ അവിടം വരെ നടക്കാന്ന് വെച്ചാൽ ചില്ലറ നടക്കുമെന്നല്ല, അത്യാവശ്യം നല്ല നടക്കാനുണ്ട്. അപ്പം ഇത്തിരി താമസിച്ച് വീട്ടിൽ അന്വേഷിച്ച് വരുമല്ലോ, അത് ഇവളുമാർ ഓടിയിട്ട് അവിടെ വരെ അങ്ങനെ ചെന്നിട്ടൊക്കെ ഇവളുമാർ ഈ ക്രീമും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കുന്നതൊക്കെ എനിക്കറിയാം. പിന്നെ ഇതൊക്കെ കാണുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ എങ്ങനെ ഇത് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, അതോ നിങ്ങളുടെ മക്കളൊന്നും ഇങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല, ഇത്രയേറെ എക്സ്പെൻസ് വരാറില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അതുപോലെ ഞാൻ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഞാൻ ചെയ്തൊരു കാര്യമാണ് ഈ നമ്മുടെ ഈ ഫ്രണ്ട് ആപ്പിനെ പറ്റി. അപ്പം ഞാൻ അന്നും ഇതുപോലെ മെൻഷൻ ചെയ്തായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു 90-95% മാരീഡ് ആണ്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ എനിക്ക് തോന്നുന്നു ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഉള്ളതിനുള്ള ആപ്പാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ, അങ്ങനെ ഏതാണ്ടൊരു കമൻ്റ് ഉണ്ട്. പിന്നെ ഇത് ആവശ്യമുള്ളവർ യൂസ് ചെയ്തോളും അങ്ങനെ ഏതാണ്ടൊക്കെ കുറേ കമൻറ്റ്സ് വന്നു. പക്ഷേ ഇത് ഞാൻ പറയാനുള്ള കാണിച്ചാൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന രീതി വളരെ തെറ്റാണ്. കാരണം ഒരു ഏണിങ്സ് എന്ന രീതിയിൽ എനിക്കൊന്ന് ഇപ്പോഴും ഒത്തിരിയേറെ ഈ അടുത്തിപ്പം നമ്മുടെ സെലിബ്രിറ്റീസ് ആരാണ്ട് ഇത് പ്രൊമോട്ട് ചെയ്ത് പുതിയതായിട്ട് കയറി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്യാമാമരത്തിലെ ശ്യാമയെങ്ങാണ്ട് പുള്ളിക്കാരി ഇതിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇത്രയേറെ ഇതിൽ എല്ലാവരും ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ് ഈ ഒരു സാധനത്തിൻ്റെ പ്രൊമോഷൻ. എന്നിട്ട് പുള്ളിക്കാരി ഇപ്പോൾ ധൈര്യമായിട്ട് മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ഇവരൊക്കെ നല്ല ഒരു കുടുംബിനികളാണ്, എല്ലാവരും നല്ല ഒരു പാരൻറ്റിങ് അല്ല നല്ല പാരൻസാണ്. എന്നിട്ടാണ് ഇവർ ഈ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇവരിപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് ശരിക്കും ഇവിടെ നല്ല ഒന്നാന്തരം ഡേറ്റിംഗ് ആപ്പാണ്. ഇത് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കും അല്ലാതെ സ്കൂളിലെ കുട്ടികൾ ഇത് ഒത്തിരി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനകത്ത് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ച ഒരാളെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനിക്ക് ഇതിനെപ്പറ്റി അറിയണമെന്ന് പറഞ്ഞപ്പോൾ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇത് യൂസ് ചെയ്യുന്ന രീതി, ആ കൊച്ചു സംസാരിക്കുന്ന രീതിയെ പറ്റി പറഞ്ഞു.
അപ്പോൾ പലരും ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പം നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ആണ് ഈ ഒരു കേസ് വരുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് പ്രതികരിക്കും? നിങ്ങൾക്കപ്പോൾ ഭയങ്കര വിഷമമായിരിക്കും, സങ്കടമായിരിക്കും. അതുപോലെ പലരും പറയുന്നുണ്ട്, എൻ്റെ ജീവിത പങ്കാളി എബ്രോഡാണ്, ഞാൻ ഒറ്റയ്ക്ക് നാട്ടിലാണ്, അതുകൊണ്ട് ഞാൻ ഈ ആപ്പ് യൂസ് ചെയ്യുന്നു എന്ന് പറയും. നിങ്ങളിൽ എത്ര ആളുകളുണ്ട്, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എത്ര പേരുണ്ട് സ്വന്തം ജീവിത പങ്കാളി മറ്റൊരാളുടെ കൂടെ പോയി ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഓപ്പോസിറ്റ് സെക്സ്, സെയിം സെക്സ് ഇപ്പോൾ ഇല്ല, ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെക്സ് ചാറ്റ് സംസാരിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീഡിയോ കോളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇതുപോലെയൊക്കെ കാണിക്കുന്നത് കണ്ടാൽ ഹാപ്പി ആയിട്ടുള്ള എത്ര ഭാര്യമാരുണ്ടാവും. ചില ഭാര്യമാർ എബ്രോഡാണ്, എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഫാമിലി, നമ്മുടെ മക്കളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അവരവിടെ പോയി ചത്ത് കിടന്ന് പഠിക്കും. ഇവിടെ ഇരുന്ന് കെട്ടിയവന്മാർ ഇതും വിളിച്ച് ഇങ്ങനെ കാണിക്കും. പിന്നെ ചില മക്കളെ പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ അവർ ഈ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. പിന്നെ എങ്ങനെ പിള്ളേർ പഠിത്തത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കും? അപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുവാണ്. അപ്പം അതാണ് ഈ പ്രമോഷൻ കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഇൻഫ്ലുവൻസേഴ്സ് അല്ല, നമ്മുടെ സൊസൈറ്റിക്ക് ഭയങ്കര ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ ഈ വളർന്നു വരുന്ന ഒരു തലമുറയെ എത്രമാത്രം നശിപ്പിക്കാം. ഞാൻ ചോദിച്ചിട്ട്, ഇപ്പോൾ ഒരു 5 അല്ലെങ്കിൽ 6 പഠിക്കുന്ന ഒരു കൊച്ചിനോട് ചോദിച്ചാൽ ആ കൊച്ചിന് ലിപ്സ്റ്റിക്ക് വേണം, മനസ്സിലായോ? അതിപ്പം നമ്മളൊക്കെ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു, നമ്മളത് ഇട്ടുകൊണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഇടുന്നു, ആ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു, അതുപോലെ അമ്മ ഇന്ന കമ്പനിയുടെ ഇന്ന ബ്രാൻഡാണ് ആ ചേച്ചി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അതാണ് ഏറ്റവും നല്ലതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് വേണമെന്ന് പറയും. ഞാൻ പറയാം, എൻ്റെ തന്നെ റിലേഷനിൽ ഒരു ചേച്ചിയുടെ ഒരു മോളുണ്ട്. അവൾ എനിക്ക് തോന്നുന്നു 1ലോ 2ലോ എങ്ങാണ്ടാ പഠിക്കണേ. അപ്പം അവൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങിച്ചിട്ട് കൊടുത്തോണ്ടെങ്കിൽ, ചേച്ചി ഈ ബ്രാൻഡല്ല, ഇന്ന ബ്രാൻഡിലെ ഇന്ന സാധനം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, അത് ഒത്തിരി ലാസ്റ്റ് ചെയ്യുമെന്നൊക്കെ ആ ചേച്ചി വീഡിയോയിൽ അന്ന് പറഞ്ഞല്ലോ. ഇന്ന ആൾക്കാരുടെ പേര് വരെ എടുത്ത് അപ്ലൈ. അപ്പം നിങ്ങളൊന്ന് നോട്ടീസ് എന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ളൊരു കുഞ്ഞു കാര്യങ്ങൾ പോലും ഈ കുട്ടികൾ, കാരണം മാക്സിമം ഞങ്ങൾക്ക് ഈ വീട്ടിലുള്ള പിള്ളേർക്ക് ഒന്നും തന്നെ ഫോൺ കൊടുക്കാതെ കൊണ്ട് നടക്കരുത്. പക്ഷെ എന്നാൽ പോലും നമ്മൾ വെക്കുന്ന ഒരു 5 മിനിറ്റ് വെച്ച് കാണുന്ന സമയത്ത് പോലും പിള്ളേരുള്ളത്. അതുപോലെ തന്നെ ഇവർ യൂസ് ചെയ്യണമെന്നില്ല, ഇവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഇത് വന്ന് ഡിസ്കസ് ചെയ്യും. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഡിസ്കസ് ചെയ്യുന്നത് ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കോളേജ് സ്റ്റുഡൻസും, ഒന്ന് ചെയ്യുന്നത് സ്കൂളിലുള്ളത്. ഞാൻ പറയാം, നമ്മളിൽ ആരും തന്നെ കറുത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ആരും തന്നെ ഇല്ല, എല്ലാവർക്കും വെളുത്തിരിക്കാൻ ആഗ്രഹം. അതുപോലെ ഇപ്പം ഞാൻ പറയാം, നമ്മുടെ ഈ അടുത്ത് ആത്മഹത്യ ചെയ്തൊരു പെണ്ണുണ്ടല്ലോ, പുള്ളിക്കാരിയുടെ ഒരു കല്യാണ ഫോട്ടോ കണ്ട സമയത്ത് തന്നെ നമ്മൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഓ ഈ പെണ്ണിനെ കാണാൻ എന്ത് സുന്ദരി, ഈ കരിമാടനോ അങ്ങനെ ഏതാണ്ട് ഒരു വാക്ക, കറുത്ത ഒരു ചെറുക്കൻ എന്നുള്ള ഒരു രീതിക്കാണ് പറഞ്ഞത്. അവനെ ആരെങ്കിലും കൊണ്ട് ഇതിൻ്റെ കൈനെ കെട്ടിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം വെളുത്തിരിക്കുന്നതിന് അതിൻ്റെതായ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിലേക്ക് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് ഓൾറെഡി പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് അതിലേക്ക് ആളുകൾ അതിനകത്തോട്ട് ഇൻട്രസ്റ്റ് കാണിച്ച് ഭയങ്കരമായിട്ടും അതിലേക്ക് പൈസ കളയുവാണ് ചെയ്യുന്നത്. അതുപോലെയാണ് ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാം, ഇവരൊക്കെ പല ട്രീറ്റ്മെൻറ്റുകൾക്കും പല ആളുകളുടെ അടുത്തും ഹോസ്പിറ്റൽസിലും ക്ലിനിക്സിലും ഒക്കെ പോയിട്ട് ഇതിനൊക്കെ മെഡിസിൻ എടുക്കാറുണ്ട്. ഇവർ തന്നെ ഇവരുടെ വ്ലോഗുകളിൽ ഇവർ പറയുന്നത് നമുക്ക് കേൾക്കുകയും ചെയ്യാം. അതുപോലെയാണ് ഇപ്പം ഈ ഗ്ലൂട്ടാത്തയോൺ ശരിക്കും ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞാൽ ഈ ലിവർ ഡിസീസിനുള്ള മെഡിസിനാണ്. പക്ഷെ ഇപ്പം അത് കൂടുതലായിട്ട് അത് എടുക്കുമ്പം നിറം വയ്ക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നു, ഇത് ഇഞ്ചക്ഷൻ രൂപത്തിൽ ഇവർ ഒരുമാതിരി എനിക്ക് തോന്നി ബ്യൂട്ടി ബ്ലോഗേഴ്സ് ചിലപ്പം എടുക്കുന്നത് അത് ഇഞ്ചക്ഷൻ രൂപത്തിൽ തന്നെ ആയിരിക്കണം എടുക്കുന്നത്, കാരണം അതിനാണ് ഫാസ്റ്റ് റിസൾട്ട്. അതുപോലെ ഇപ്പം കുറേ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അത് അങ്ങനെയുള്ള ഒത്തിരിയേറെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഈ കൂടുതലും പരീക്ഷിക്കുന്നത് ഒരു 18 വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികൾ ഇത് പരീക്ഷിക്കുന്നവരുണ്ട്. കാരണം ഇവർ ഈ പറയണത് ഇവരങ്ങ് വിശ്വസിക്കുവാണ്. ചേച്ചി ഇത്രയും നിറം വെച്ചു എന്നാൽ ഇവരിതുപോലെ ഫിൽട്ടർ ചെയ്ത് ഇവർക്ക് ഇത്രയും നിറം വെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇവർ വേറെ എന്തെങ്കിലുമൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഈ കുട്ടികൾ വിചാരിക്കുന്നത് ഇത്രയും ചെറുപ്പത്തിലെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും അത് ഒത്തിരിയേറെ ഹെൽത്ത് ഇഷ്യൂസിന് പിള്ളേർക്ക് കാരണമാകുന്നുണ്ട്. അതൊക്കെ നമ്മൾ പലപ്പോഴും പാരൻസ് ഒക്കെ ഇത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാലും പല കുട്ടികളുടെയും തലയിലേക്ക് കയറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര
നമ്മുടെ ഓരോ ഇതിൽ കൂടെ ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക. കാരണം അവരുടെ വീഡിയോസിൽ അവർ ആദ്യം കാണിക്കുന്നില്ല മുഖം മുഴുവൻ ഫുള്ള് പിമ്പിൾസും അതുപോലെ കറുത്തിരിക്കുന്ന ഒരു ഫോട്ടോയും ഇപ്പുറത്ത് അതുപോലെ ഫെയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ. ഇത് രണ്ടും കൂടെ കാണുന്ന ആളുകൾക്ക് എന്താ തോന്നുന്നത്? നാച്ചുറലി അവർക്ക് തോന്നും ഇത്രയും നിറം ഞാൻ ഇന്ന സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരുമെന്ന്. അതുപോലെ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ പറയാം. ഈ ബയോട്ടിക്സിൻ്റെ ഒരു സൈസ് ഫേസ് മസാജർ ഉണ്ടായിരുന്നല്ലോ, നമ്മളുടെ ഫേസിൻ്റെ ഫാറ്റ് അത് വണ്ണം കുറയ്ക്കാം, മെലിയിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാനപ്പോൾ ഇതുപോലെ ഒത്തിരി ഭയങ്കര പ്രമോഷനായിരുന്നു, ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് വന്നൊരു കാര്യമാണ്. അപ്പം ഞാനിത് അറിയാൻ വേണ്ടിയിട്ട് മസാജറുമാണല്ലോ, അപ്പം ഞാനിത് വാങ്ങിച്ചായിരുന്നു. ഇത് എങ്ങനെയുണ്ട്, എത്ര ശതമാനം? കാരണം ഞാൻ ആ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരുന്ന സമയത്ത് ഈ സാധനം വാങ്ങിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഡബിൾ ചിന്നൊക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല വണ്ണമൊക്കെ വെച്ച് അപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഡബിൾ ചിന്നും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കും എന്നാൽ ഇതൊന്ന് ഫേസൊക്കെ ഒന്ന് ശക്കലൊന്ന് സ്ലിം ആക്കാം, അധികം വണ്ണം കുറയാൻ ചാൻസ് ഇല്ല, ഇച്ചിരി ഒന്ന് ഫേസൊക്കെ സ്ലിം ആക്കാം എന്നുള്ള രീതിക്കിന് ഞാൻ കുറേയേറെ ശ്രമിച്ചായിരുന്നു. അപ്പം ഈ സാധനം വാങ്ങിച്ചു, ഇത് യൂസ് ചെയ്തിട്ട് ഒരു റിസൾട്ടും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒരു മസാജിന് ഓക്കെ ഫൈൻ, പക്ഷെ അതിൻ്റെ അപ്പുറം ഇതുകൊണ്ട് എനിക്ക് വലിയൊരു എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് തോന്നിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്ത് മെലിഞ്ഞ സമയത്ത് ഗ്രാജുവലി നമ്മുടെ ഫേസിൻ്റെ വണ്ണമൊക്കെ കുറഞ്ഞു. കാരണം ഇങ്ങനെ നീണ്ട് ഇവിടെയൊക്കെ അതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതുപോലെ പ്ലാസ്റ്റിക് സർജറിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവർ ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എനിക്ക് തോന്നുന്നു ഇവരുടെ ഫേസിലിടുന്ന ഓരോ സിമ്പിൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ബ്യൂട്ടി പാർലറിൽ പോകുമോ അല്ലെങ്കിൽ അതുപോലെ എക്സ്പെൻസീവ് വേറെ പല കാര്യങ്ങളും ചെയ്യുന്ന കാണും. അല്ലാതെ ഈ ഒരു ഒറ്റ പ്രൊഡക്ട്സിൻ്റെ പേരിലൊന്നും ഇത്ര ഒരു നല്ലൊരു ഇത് കിട്ടില്ല. പിന്നെ കുറേ ഒരു ഫിൽറ്ററിങ്ങും ഒക്കെ ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഫോണിൽ അങ്ങനെയുള്ള സെറ്റപ്സ് ഒക്കെ ഉള്ളപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പലരിലും എത്തിക്കേണ്ട കാര്യമാണ്. കാരണം പലരും ഇതങ്ങ് ഭയങ്കരമായിട്ട് അന്ധമായിട്ട് വിശ്വസിക്കുവാണ്. നമ്മൾ അത്രമാത്രം എനിക്ക് തോന്നുന്നു അത്രമാത്രം സെയിലും നടക്കുന്നുണ്ട് ഈ വക സാധനങ്ങൾക്ക്. നമ്മളിപ്പോൾ പലപ്പോഴും ഇറങ്ങിയിട്ട് നമ്മളൊരു സത്യം പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെയൊക്കെ പറ്റിയിട്ട് ഇത്രയും ഇത് വരുമ്പം നമ്മൾ ഡയറക്റ്റ് ചെല്ലേണ്ടത് ഒരു സ്കൂൾ ലെവലിലോ അല്ലെങ്കിൽ ഒരു കോളേജ് ലെവലിലോ ചെന്നിട്ട് ഡയറക്റ്റ് കുട്ടികളുടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത പ്രൊഡക്റ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിയുമ്പം അവരെന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ നമുക്കുണ്ടാകും. ഇപ്പം എനിക്ക് കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ ഇച്ചിരി പാടാണ്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പോയി സത്യം പറഞ്ഞാൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സർവേ പോലെ എടുത്താൽ കൊള്ളാമെന്ന്. എനിവേ ഞാൻ ഇതുകൊണ്ട് ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം അത്രയ്ക്കും ഇതായിട്ട് വരുവാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും എത്ര ശതമാനം കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി അവർ ഇതിനെപ്പറ്റി എന്ത് പറയുന്നു എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് നമുക്കൊരു വീഡിയോ അടുത്തായിട്ട് ഞാൻ ചെയ്യാം.